കോവിഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്നു സമ്മതിച്ച് പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക. കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റു രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ്, വാക്സിവരി എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് ആസ്ട്രാസെനക്ക. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ആസ്ട്രാസെനക്ക ഈ വാക്സിനുകൾ വികസിപ്പിച്ചത്. ഇത് രണ്ടും ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ആസ്ട്രാസെനക്ക നിർമ്മിച്ച വാക്സിനുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കാണിച്ച് വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. UK-യിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചത്. 2021 ഏപ്രിൽ 21-ന് UK സ്വദേശിയായ ജെയ്മി സ്കോട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ സ്ട്രോക്ക് സംഭവിച്ചതോടെയാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. വാക്സിൻ എടുത്ത ശേഷം തൻ്റെ രക്തം കട്ടപിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജാമി നിയമ നടപടി ആരംഭിച്ചത്. ഏറെ നാൾ പിന്നിട്ട നിയമയുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴവ് തുറന്ന് സമ്മതിക്കുന്നത്. UK കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിന് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് വാദിച്ച ആസ്ട്രാസെനക്ക ആ നിലപാട് പിന്നീട് മാറ്റി. തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു. അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം, ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമാകുമെന്നാണ് അവർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത്. കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് കരുതുന്നത്. വാക്സിൻ സ്വീകരിച്ചവർക്ക് 13 രോഗാവസ്ഥയിൽ നേരിയ തോതിലുള്ള വർധന നേരത്തെ കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ നെർവ് സിസ്റ്റം, ഹൃദയം, രക്തം, ബ്രെയിൻ എന്നിവയുമായി ബന്ധപ്പെട്ട് അപൂർവം ചിലരിൽ വാക്സിൻ നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അന്ന് കണ്ടെത്തിയത്. വാക്സിൻ എന്ന ജേണലിലാണ് പഠനം പബ്ലിഷ് ചെയ്തത്. 8 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ 2023 ആഗസ്റ്റ് വരെ നീളുന്ന കാലാവധിയിലാണ് പഠനം നടത്തിയത്. ഇവർ പ്രധാനമായും ഫൈബർ, മൊഡേണ, ആസ്ട്രാസെനക്ക തുടങ്ങിയ കമ്പനികളുടെ വാക്സിനുകളാണ് എടുത്തിരുന്നത്. ഇവരുടെ വാക്സിനുകൾ ഉപയോഗിച്ച കൂടുതൽ പേർ കോടതിയെ സമീപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളുടെ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ചതോടെ കമ്പനി ഗണ്യമായ പിഴ കൊടുക്കേണ്ടി വരുമെന്നും തീർച്ചയാണ്. ആസ്ട്രാസെനക്ക നിർമ്മിച്ച വാക്സിനുകൾ ഇനി UK-യിൽ ഉപയോഗിക്കില്ലെന്ന് ആരോഗ്യ വൃത്തങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസ്ട്രാസെനക്കയുടെ കോവിഡ് വാക്സിനാണ് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ വ്യാപകമായി നൽകിയത്. എന്നാൽ ഇന്ത്യയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട്. സെനക്കയുടെ ഡോസ് സ്വീകരിച്ചവർക്ക് ഞരമ്പുകളെ ബാധിക്കുന്ന ഗില്ലർ ബാരി സിൻഡ്രോം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. 3rd ഡോസ് സ്വീകരിച്ചവർക്ക് പെരികാർഡിറ്റിസ് എന്ന ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും 6 മടങ്ങിലേറെയാണ്. മൊഡേണയുടെ 2nd വാക്സിനാണ് കൂടുതൽ ഗുരുതരമെന്നാണ് പഠനം പറയുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.